നേതാക്കൾക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്ന ശബ്ദരേഖയ്ക്ക് പിന്നാലെ തൃശൂർ CPM-ൽ വിഭാഗീയത ശക്തമാക്കി ഉൾപാർട്ടി പോര്. 6 നേതാക്കളെക്കുറിച്ച് സംഭാഷണത്തിൽ പരാമർശമുണ്ടെങ്കിലും AC മൊയ്തീനെ ലക്ഷ്യമിട്ടാണ് പ്രധാന നീക്കം. ശബ്ദരേഖയുടെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവരുമെന്ന ആശങ്കയും CPM ജില്ലാ നേതൃത്വത്തിനുണ്ട്. A. വിജയരാഘവന്റെയും PK ബിജുവിന്റെയും തട്ടകം കൂടിയായ തൃശൂരിൽ പാർട്ടി സമ്മേളനത്തിന് ശേഷവും വിഭാഗീയത ശക്തമായി തുടരുകയാണ്. പാർട്ടിയിൽ പ്രബലനായിരുന്ന AC മൊയ്തീന്റെ സ്വാധീനത്തിൽ ജില്ലാ സമ്മേളനത്തോടെ കാര്യമായ കുറവുണ്ടായി. ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിന്റെ പിന്തുണയോടെ സേവ്യർ ചിറ്റിലപ്പള്ളി, M. ബാലാജി തുടങ്ങിയവരാണ് മൊയ്തീനെതിരെ നിലയുറപ്പിച്ചിട്ടുള്ളത്. മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്ന ശബ്ദരേഖ പുറത്തുവന്നത് വിഭാഗീയതയ്ക്ക് പുതിയ ഇന്ധനമായി. തനിക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നാണ് മൊയ്തീൻ കരുതുന്നത്. വിവാദ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിച്ചതിലും മൊയ്തീൻ ഗൂഢാലോചന സംശയിക്കുന്നു. തൃശൂരിലെ വ്യവസായികളുമായി പാർട്ടിയുടെ വിലാസത്തിൽ നടത്തുന്ന ആശയവിനിമയങ്ങളിൽ AC മൊയ്തീന് വലിയ ആധിപത്യമുണ്ട്. ഇത് മറികടക്കാനുള്ള എതിർ ഗ്രൂപ്പിന്റെ പരിശ്രമങ്ങളാണ് ഗ്രൂപ്പ് പോര് കടുപ്പിക്കുന്നത്. ഞാൻ 40-45 വർഷക്കാലമായി പൊതുപ്രവർത്തനത്തിലുള്ള ആളാണ്. എല്ലാ വിഭാഗം ജനങ്ങളും പരിചയമുള്ള ഒരാളാണ്. അതെനിക്ക് മാത്രമല്ല, ഏത് പൊതുപ്രവർത്തകനും അതുണ്ടാകും. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിലുള്ള പരിധി വിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജില്ലാ സമ്മേളനത്തിലെ വിഭാഗീയതയുടെ ഉത്തരവാദികളായി പാർട്ടി കണ്ടെത്തിയത് മൊയ്തീൻ വിരുദ്ധരെയാണ്. എന്നാൽ വിഭാഗീയത തടയാൻ ശ്രമിച്ചില്ല എന്ന കുറ്റം മൊയ്തീന് മേലും ചുമത്തി. പുതിയ വിവാദം ഉപയോഗിച്ച് മൊയ്തീനെ കൂടുതൽ ദുർബലമാക്കാനുള്ള നീക്കത്തിലാണ് എതിർപക്ഷം. മീഡിയ 1 കൊച്ചി.